ഒരു 10 വർഷം ഞാൻ എടുത്തു ഒരു ശില്പം ഉണ്ടാക്കാനായിട്ട്. അപ്പം ഇനിയുള്ള ഒരു സിനിമ ചെയ്യുമ്പോഴും ഒരു സന്ദേശം ഉണ്ടാവണം. അത് സന്ദേശം എന്ന് പറയുന്നത് നമ്മൾ ഈ സ്പൂൺ ഫീഡിങ്ങിനല്ല. ഇപ്പോൾ ഗുരു സിനിമ എന്ന് പറയുന്നത് അത് അന്നത്തെ കാലത്ത് ഞാൻ ആ കഥ പല നിർമ്മാതാക്കളോടും പറയുമ്പോൾ തലയ്ക്ക് സുഖമില്ലാത്ത ഒരാൾ ഇങ്ങനെ നടക്കുന്നുണ്ട് എന്ന് പ്രചരിച്ചിരുന്നു. പക്ഷെ അത് സിനിമയായി 97 ഇപ്പോഴും എനിക്ക് ആ സിനിമ കണ്ട ഓർമ്മ. ആ ചാക്ക് നമുക്ക് ഓരോ ആ കാഴ്ച ഇല്ലാത്ത ഒരു നാട് പിന്നീട് കാഴ്ച കിട്ടുന്ന ആ തെറ്റിദ്ധാരണ, ഇത്ര കാര്യങ്ങളാണ് ആ സിനിമയിൽ പെട്ടെന്ന് ഓർമ്മ. അതൊരു ലെയർ മാത്രമാണ് നമ്മുടെ ആത്മീയമായ അല്ലെങ്കിൽ ഉൾക്കാഴ്ചയുടെ. ഇപ്പം ഇന്ന് നമ്മൾ കാണുന്ന കാര്യങ്ങളൊക്കെ അന്ന് ഞാൻ പറഞ്ഞു വെച്ചതാണ്. കാരണം മനുഷ്യന് മതം എന്ന് പറയുന്നത് ഭ്രാന്താണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ മതങ്ങളുടെ മതിൽക്കെട്ടുകൾക്ക് പുറത്ത് വന്നെങ്കിൽ മാത്രമേ മനുഷ്യനാവാൻ പറ്റുള്ളൂ. അത് ഏത് മതം എന്നുള്ളതല്ല. ഒരു മതത്തിൻ്റെയും സൈഡ് പിടിക്കേണ്ട ആവശ്യമില്ല. ഓരോ മനുഷ്യനിലും ഒരു മനുഷ്യത്വമുണ്ട്. ഇപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു ഡിസാസ്റ്റർ വന്നു കഴിഞ്ഞാൽ ഇവിടെ തീരുന്നതേ ഉള്ളൂ മതം, അത്രേ ഉള്ളൂ. അവിടെ ആരും മതം ചോദിക്കുന്നില്ല, പറയുന്നില്ല. അപ്പം അവിടെയാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ സർവൈവൽ എന്ന് പറയുന്ന ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം. അവിടെയാണ് യഥാർത്ഥ സ്നേഹം എന്ന് പറയുന്നത്.